എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതൊരു സുവർണ അവസരം. കേരള സ്റ്റേറ്റ് IT മിഷനാണ് അവസരം ഒരുക്കിയിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14/1/2026 ആണ്. മിഷൻ കോർഡിനേറ്ററിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലായിരിക്കും. എക്സ്പെക്റ്റഡ് വേക്കൻസീസ് ആണുള്ളത്. മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech ഇൻ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. MSc അല്ലെങ്കിൽ MCA ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുറഞ്ഞത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 95,600 രൂപ മുതൽ 1,53,200 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. രണ്ടാമതായി സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ഇൻ NOC ഓപ്പറേഷൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഉള്ള BE അല്ലെങ്കിൽ BTech ബിരുദമാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 52,000 രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. മൂന്നാമതായി ഡിസ്ട്രിക്ട് പ്രൊജക്ട് മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദമാണ്. കൂടാതെ MBAയും ഉണ്ടായിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 40,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഇമെയിലായോ പോസ്റ്റായോ നേരിട്ടുള്ള അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതുമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ IT മിഷൻ്റെ കരിയേഴ്സ് പേജിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.itmission.kerala.gov.in ആണ്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് മുതലായവ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14/1/2026 ആണ്. ക്വാളിഫിക്കേഷൻ നേടിയ ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഇതിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ. മതിയായ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഇല്ലാത്ത അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസുമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.